കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഭീഷ്മസ്തുതിയിൽ ഒരു ഭക്തൻ്റെ മനോഭാവം എങ്ങനെ വേണം, മോക്ഷേച്ഛുവായ ഒരു ഭക്തൻ 4 വിധത്തിലാണ്. ആർത്തൻ, ജിജ്ഞാസു, അർത്ഥാർത്ഥി, ജ്ഞാനി, 4 വിധത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഒരു യഥാർത്ഥ ഭക്തൻ്റെ, മോക്ഷേച്ഛുവായിരിക്കുന്ന ഒരു ഭക്തൻ്റെ മാനസികാവസ്ഥ, അതാണ് ഭീഷ്മസ്തുതിയിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഇതായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടത്. ഭഗവാന്റെ 3 ധർമ്മങ്ങളെ എടുത്തു പറയുന്നുണ്ടെന്ന് ഭീഷ്മസ്തുതി നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ, അത് വാക്കെല്ലാം വിട്ടിട്ട്, ഇപ്പം ആധ്യാത്മിക ഗ്രന്ഥങ്ങൾ വായിക്കുമ്പോഴെങ്ങനെയാണ് ആദ്യം വാക്കിൻ്റെ അർത്ഥം, പിന്നെ ആ ശ്ലോകത്തിൻ്റെ അർത്ഥം, പിന്നെ യഥാർത്ഥത്തിൽ അതിന് എന്താണോ നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ടത്. അങ്ങനെ ഭഗവാന്റെ 3 വിധം ധർമ്മങ്ങളെക്കുറിച്ച് എടുത്തു പറയുന്നു എന്നുള്ളതാണ് ഭീഷ്മസ്തുതിയുടെ പ്രത്യേകത. ഭഗവാന്റെ കാരുണ്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഭഗവാന്റെ കാരുണ്യത്തിൻ്റെ ഉദാഹരണമായിട്ട് പാർത്ഥസാരഥിയായിട്ട് പാർത്ഥൻ്റെ തേര് തെളിക്കാൻ വന്നു എന്നുള്ളൊരു ഭാഗം ഭീഷ്മസ്തുതി കാണാം. ഭഗവാന്റെ മാഹാത്മ്യത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. രാസക്രീഡയിൽ എല്ലാ ഗോപികമാരോടൊപ്പം ഭഗവാൻ ഉണ്ടായിരുന്നു. അത് വലിയൊരു മഹാത്മ്യം. എല്ലാവരോടൊപ്പം ഒരാൾ നിൽക്കണം എന്ന് പറയുമ്പോഴേ അതിനൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. കാരണം ഭഗവാൻ ആരിൽ നിന്നും ഒരിക്കലും അന്യനല്ല. നമ്മളുടെ മനോഭാവം അനുസരിച്ചിട്ടാണ് ഭഗവത് സാന്നിധ്യം അല്ലെങ്കിൽ സാമീപ്യം നമ്മൾ അനുഭവിക്കുന്നത്. നമ്മൾ സാധാരണ രീതിയിൽ ഇതൊക്കെ കേൾക്കുമ്പോൾ ഭഗവാൻ വലിയ ആൾ എന്ന് പറയും. പക്ഷെ ഇതെങ്ങനെ ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് പകർത്തും, ഭഗവാനെ ഞാൻ എങ്ങനെ കൂടെ നിർത്തും, ഇതൊക്കെ ആണ് നമ്മൾ ഒരു സ്തുതിയിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കാനുള്ളത്. പിന്നെ ഭഗവാൻ സർവേശ്വരനാണെന്ന്. സർവേശ്വരൻ എന്ന് പറഞ്ഞാൽ എല്ലാവരും നിയന്ത്രിച്ച് നിർത്തുന്ന ശക്തി. രാജസൂയ യാഗത്തിനെ കുറിച്ചൊക്കെ അവിടെ പറഞ്ഞു. അപ്പോൾ ഈ 3 ഗുണങ്ങളും നമുക്കിപ്പോൾ ഭഗവാനെ കൂടെ നിർത്താൻ ഏറ്റവും നല്ലത് മഹാത്മ്യങ്ങൾ ഓർമ്മിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഭഗവാൻ എപ്പോഴും എൻ്റെ കൂടെയുണ്ട്, ഈ ചിന്തയിൽ വേണം. അപ്പം കൂടെ ഉണ്ടോ ഇല്ലേ എന്നുള്ളത് നമ്മളെ ധാർമ്മികമായിട്ടുള്ള ജീവിതത്തിലേക്ക് നയിക്കും എന്നുള്ളതാണ്. ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്യാൻ പോകുമ്പോൾ ദൈവം എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ എൻ്റെ ഗുരു എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് ഓർമ്മിച്ചു കഴിഞ്ഞാൽ നമ്മൾ അറിഞ്ഞുകൊണ്ട് പിന്നെ തെറ്റ് ചെയ്യില്ല. തീരെ പ്രതീക്ഷിക്കാതെ അജ്ഞാനം കൊണ്ടൊക്കെ ചെയ്തു പോകുന്ന അത് വേറെ കാര്യം. കരുതി കുട്ടി തെറ്റ് ചെയ്യില്ല. പണ്ട് ഒരു ഗുരു 2 ശിഷ്യരെ വിളിച്ചിട്ട് ഓരോ പക്ഷിയെ കയ്യിൽ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഈ പക്ഷി ആരും കാണാത്ത സ്ഥലത്ത് ചെന്നിട്ട് ഇതിനെ കൊല്ലണം, പക്ഷിയെ കൊന്നു കളയണം. അങ്ങനെ ഒരു ശിഷ്യൻ കുറേ പോയി വിജനമായൊരു സ്ഥലത്ത് ഒരു മലയിടുക്കിലൊക്കെ പോയിട്ട് ആരും കാണാതെ പക്ഷിയെ കൊന്നിട്ട് തിരിച്ചു വന്നു. 2ാമത്തെ ശിഷ്യൻ വൈകുന്നേരം വരെ കറങ്ങി തിരിഞ്ഞിട്ട് പക്ഷിയെ കൊല്ലാതെ തിരിച്ചു വന്നു. അപ്പോൾ ആദ്യത്തെ ശിഷ്യനോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ആരും കാണാതെ ഞാൻ കൊന്നു എന്ന് പറഞ്ഞു. ഓക്കെ. 2ാമത്തെ ആളോട് ചോദിച്ചപ്പോൾ 2ാമത്തെ ആൾ പറഞ്ഞു, ആരുമില്ലാത്ത സ്ഥലത്ത് പോയിട്ട് ഞാൻ കൊല്ലാൻ ശ്രമിച്ചു, അപ്പോഴാണ് എൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ കണ്ടുകൊണ്ടിരിക്കണ്ടല്ലോ, ഞാൻ തന്നെ കണ്ടുകൊണ്ടിരിക്കണ്ടല്ലോ എന്നെനിക്ക് മനസ്സിലായിരുന്നു. അപ്പോൾ അങ്ങനെയുണ്ട്, നമ്മളുടെ ഉള്ളിൽ നിന്ന് ദൈവം ഇല്ലെങ്കിൽ നമ്മളുടെ ഗുരു നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്നു എന്നൊരു ഓർമ്മയുണ്ടായാൽ പോലും ദൈവം എപ്പോഴും കൂടെയുണ്ട് എന്ന് നമുക്ക് ഓർമ്മ വരും. അപ്പോഴേ ജീവിതം ധാർമ്മികമായിട്ട് മാറുള്ളൂ. ഈ ധാർമ്മികമായ ജീവിതത്തിലേക്ക് മാറ്റുന്നതിനെ കുറിച്ചാണ് ഇനി ബാക്കി ഭാഗങ്ങൾ പറയുന്നത്. ഭീഷ്മർ തന്നെ ഭഗവാനെ ഇപ്പം കർമ്മത്തിൽ ഭഗവാനോടൊക്കെ എതിരിട്ടെങ്കിലും ഭീഷ്മർ ദേഹത്യാഗം ചെയ്യുന്നതിന് മുമ്പേ മുക്തി നേടി എന്നുള്ള അത് തന്നെ മനസ്സിലാവും. സ്തുതി തന്നെയുണ്ട്. ആ തരത്തിലെത്തിയതിന് ശേഷമാണ് ദേഹത്തു നിന്ന് മുക്തി നേടിയിരിക്കുന്നത്. അതിന് ശേഷം ഭീഷ്മരുടെ അന്ത്യസംസ്കാരം അതെല്ലാം വേണ്ട വിധം ചെയ്തു. അതിൻ്റെ ശേഷം ശ്രീകൃഷ്ണൻ ദ്വാരകയിലേക്ക് പോയി. ഇതുവരെ നമ്മൾ മുമ്പ് കണ്ടു. യുധിഷ്ഠിരൻ രാജ്യം ഭരിക്കാൻ തുടങ്ങി. വളരെ നല്ല ഭരണമായിരുന്നു. ധർമ്മത്തിൻ്റെ അടിസ്ഥാനമായിട്ടുള്ള ഭരണം തന്നെ നടത്തി. അവിടെ പരീക്ഷിത്ത് വളർന്നുകൊണ്ടിരുന്നു. ഇതൊക്കെയാണ് പിന്നീട് ഭാഗവതത്തിൽ പറയുന്നത്. അങ്ങനെ ഒരു സമയത്ത്
പരീക്ഷിത്തൊക്കെ വരുന്ന സമയത്ത് യുധിഷ്ഠിരൻ അവിടുത്തെ വലിയ വലിയ പണ്ഡിതന്മാരും ഋഷിമാരെയൊക്കെ വിളിച്ചിട്ട് പരീക്ഷത്തിന്റെ ജാതകത്തിനെ കുറിച്ച് ചോദിച്ചു എന്നാണ്. അപ്പോൾ അവർ ജാതകമൊക്കെ നോക്കിയതിന്റെ ശേഷം പരീക്ഷത്തിന്റെ ജന്മത്തിന് മുമ്പ് തന്നെ, ഭൂമിയിൽ ജനിക്കുന്നതിന് മുമ്പ് തന്നെ ഈശ്വര ദർശനം ഉണ്ടായിരുന്ന ആളാണ്. അപ്പൊ ഇങ്ങനെ വലിയ മഹാനായിട്ട് വളർന്നു വരും, ഭൂമിയെ അടക്കി ഭരിക്കും, ഭൂമിയിൽ ധർമ്മം നിലനിർത്തും, എല്ലാവർക്കും നല്ലതേ ചെയ്യുള്ളൂ അങ്ങനെ. പക്ഷേ എല്ലാത്തിലും ഈശ്വരനെ അന്വേഷിച്ചു കൊണ്ടിരിക്കും. കാരണം ഗർഭത്തിലിരിക്കുമ്പോഴേ ഒരു ദർശനം കിട്ടിയാണ്, ആ ആനന്ദാവസ്ഥ മറന്നിട്ടില്ല. അപ്പം അതുകൊണ്ട് കാണുന്നവരിലൊക്കെ ഈശ്വര അന്വേഷണം ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ പരീക്ഷിച്ച് നോക്കുന്നവൻ എന്ന അർത്ഥത്തിൽ പരീക്ഷിത്ത് എന്ന പേര് കിട്ടും എന്നൊക്കെ പറഞ്ഞ് ജാതകത്തിന്റെ ഫലമൊക്കെ പറഞ്ഞു. ഇതൊരിക്കലും ജ്യോതിഷത്തിനെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് പറയുന്നതല്ല. ഈ ജ്യോതിഷത്തിനെ പ്രോത്സാഹിപ്പിക്കുക എന്ന് പറയുമ്പോൾ ഞാൻ പറയാൻ കാരണം, ഈയിടെ ഭാഗവത ആചാര്യന്മാർക്ക് ജ്യോതിഷം പഠിക്കാനുള്ള ഒരു ടെൻഡൻസി കൂടുതൽ വരുന്നുണ്ട്. ജ്യോതിഷം പഠിക്കുന്നത് ഒരിക്കലും തെറ്റല്ല, അതൊരു ശാസ്ത്രം. വ്യാസഭഗവാന്റെ അച്ഛൻ തന്നെ പരാശര മുനി തന്നെയാണ് അതിൻ്റെ ജ്യോതിഷത്തിന്റെ ശാസ്ത്രം, പരാശര അവർ എഴുതിയിരിക്കുന്നത്. പക്ഷെ ഇതൊരു ക്രാഷ് കോഴ്സായിട്ട് ചെയ്തിട്ട് സപ്താഹവേദികളുടെ സൈഡിൽ നിന്നിട്ട് ജാതകം നോക്കുന്ന ഒരു പരിപാടി, മുഹൂർത്തം നോക്കുന്ന പരിപാടി, ഇങ്ങനെ പലതും ഇപ്പൊ ഈയിടെയായിട്ട് കാണാനുണ്ട്. അതിന് കാരണം പറയുന്നത് ഇതാണ്. പരീക്ഷിത്ത് മഹാരാജിന്റെ ഒരു ജാതകം നോക്കിയിരുന്നു. അപ്പം ഞങ്ങൾക്ക് ജാതകം പഠിക്കണം. ഈ ജാതകം ഒന്ന് വ്യക്തമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ പരീക്ഷിത്ത് മഹാരാജാവ് എപ്പം ഭരിക്കും, പിന്നെ ചൊവ്വാദോഷമുണ്ടോ ഗുളികദോഷമുണ്ടോ എന്നൊന്നുമല്ല പറഞ്ഞിരിക്കുന്നത്. അതിൽ പറഞ്ഞിരിക്കുന്ന ആദ്യത്തെ കാര്യം തന്നെ ഗർഭത്തിലിരിക്കുമ്പോഴേ ഈശ്വരനെ കണ്ട ആളെന്ന്. അവസാനം എത്തിപ്പെട്ടതും ഈശ്വരനിൽ. അവസാനം പറഞ്ഞ കാലത്തിന്റെ പ്രേരണ കൊണ്ട് തക്ഷകന്റെ കടിയേറ്റ് വീണ്ടും ശ്രീകൃഷ്ണപാദത്തിലേക്കും ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ തുടങ്ങിയത് പോയിട്ട് അവസാനിക്കുന്നുണ്ട്. ഇതുവർ പറയാറില്ല. എന്നിട്ട് പറഞ്ഞിരിക്കുന്നത് ഇവിടുത്തെ എല്ലാ ഐശ്വര്യങ്ങളെയും അടക്കി വാണ് കയ്യിലാക്കാൻ കഴിവുള്ള ആള്. ഇതൊക്കെ നമ്മളെ കുറിച്ചാണ് പറയുന്നത്. എല്ലാവിധ സിദ്ധികളും കൈക്കലാക്കാൻ കഴിവുള്ള ആളാണ് മനുഷ്യൻ. നമ്മളൊക്കെ ഗർഭത്തിലിരിക്കുമ്പോൾ, ഇതിനി ഭാഗവതം മുന്നോട്ട് പോകുമ്പോൾ പറയുന്നുണ്ട്, ഗർഭത്തിലിരിക്കുമ്പോൾ പ്രാർത്ഥിക്കും അത്ര, ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. അന്നേരം എല്ലാ ആധ്യാത്മിക തത്വങ്ങളും വിശദമായിട്ട് അവിടെ പറയുന്നുണ്ട്. ഇത് നമ്മൾ കപിലമുനി പിന്നെ അമ്മയ്ക്ക് കൊടുക്കുന്ന ഉപദേശത്തിലാണ് ഇതൊക്കെ പറയുന്നത്. എന്നിട്ട് പറയും, ഞാൻ ഇനി ജനിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഓർമ്മിച്ചുകൊണ്ട് ജീവിക്കാം. നമ്മളൊക്കെ അങ്ങനെ തന്നെയാണ്. ജനിക്കുന്നതിന് മുമ്പേ ആ ഒരു ആനന്ദ അനുഭവം ഉള്ളത് കൊണ്ടാണ് നമ്മൾ ജനിച്ചു കഴിഞ്ഞതിന് ശേഷവും ഓരോ പ്രയത്നത്തിലും ആനന്ദ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതുപോലെ ജാതകം നോക്കിയിട്ട് വിധി പറയാനുള്ളതല്ല അത്. നമ്മളുടെ കഥയാണ് പറഞ്ഞത്. എവിടുന്ന് തുടങ്ങി എവിടെ ചെന്ന് അവസാനിക്കണം, ആ ഒരു ജന്മത്തിന്റെ കഥയാണ് അവിടെ പരീക്ഷത്തിന്റെ ജാതകം നോക്കല്. ഇതെപ്പോഴും ഓർമ്മിച്ച് വെക്കണം. അത് ആചാര്യന്മാർ ഒക്കെ പറഞ്ഞ് ബുദ്ധിമുട്ടാക്കുന്നുണ്ടെങ്കിൽ ഇതാണ് അതിൻ്റെ സത്യാവസ്ഥ ഓർമ്മിച്ച് വെക്കണം. ഇങ്ങനത്തെ കുറേ കള്ളനാണയങ്ങളൊക്കെ ഈ ശാസ്ത്രത്തിൽ വന്നു പെട്ടത് കാരണം നമ്മളെ ധർമ്മത്തിന് തന്നെ, ഹൈന്ദവ ധർമ്മത്തിന് തന്നെ വലിയ ദോഷങ്ങളാണ് ഇതൊക്കെ. നമ്മൾ സകല മതത്തിൻ്റെയും ഇതിൻ്റെയും അപ്പുറം എല്ലാ പരിധിയും വിട്ട് മുന്നോട്ട് പോകേണ്ട മോക്ഷം, മുക്തി, അതിലേക്ക് എത്തേണ്ട ആൾക്കാർ വീണ്ടും മതപരമായ ചടങ്ങുകളിൽ കുടുങ്ങിക്കിടന്നു പോകണു എന്നുള്ളത്. അത് ഈ വക പ്രശ്നങ്ങൾ ചെന്ന് ചാടുന്നുണ്ട്. അപ്പം ഇനി നമ്മളതൊക്കെ ആലോചിക്കണം. ഓരോ ശാസ്ത്രത്തിനും അതിൻ്റെതായ ചില നിയമങ്ങളും പരിധികളും ഉദ്ദേശങ്ങളും ഉണ്ട്. അതിനനുസരിച്ച് അത് പോകാവൂ. അതല്ലാത്തതൊക്കെ അധർമ്മം തന്നെയാണ്. ഓക്കെ, അങ്ങനെ രാജ്യഭരണമൊക്കെ നടന്ന് കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. സ്മൂത്തായി കാര്യങ്ങളൊക്കെ പോകുന്ന സമയത്ത്, ഈ യുദ്ധം തുടങ്ങിയ സമയത്ത് വിതുരൻ തീർത്ഥയാത്രയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു. അദ്ദേഹം തിരിച്ചു വന്നു എന്നാണ്. അപ്പൊ തിരിച്ചു വന്ന സമയത്ത് എല്ലാവരും അദ്ദേഹത്തിന് വേണ്ട പോലെയൊക്കെ സ്വീകരിച്ചു, കുശല പ്രശ്നങ്ങളൊക്കെ ചെയ്തു, ആദരിച്ചു, അങ്ങനെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. വിതുരൻ ധൃതരാഷ്ട്രരെയും ഗാന്ധാരിയെയും സന്ദർശിച്ചു.
അപ്പം ഇതിനു മുമ്പ് വിതുരൻ പല പ്രാവശ്യം ധൃതരാഷ്ട്രർക്ക് ഉപദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആധ്യാത്മികമായിട്ട് പല ഉപദേശങ്ങളും കൊടുത്തിട്ടുണ്ട്. അതൊന്നും ധൃതരാഷ്ട്രന് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല. അപ്പം ഇപ്രാവശ്യം വന്നപ്പം വിതുരൻ മനസ്സിലായി യുദ്ധമൊക്കെ കഴിഞ്ഞവരെല്ലാം കൂടി വളരെ പ്രശ്നമായിട്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ ഒന്നും കൂടി ശ്രമിച്ചു നോക്കാം എന്നുള്ളതാണ്. അപ്പോൾ വിതുരൻ തീർത്ഥയാത്രയ്ക്ക് പോയ സമയത്ത് മൈത്രേയ മഹർഷിയൊക്കെ കണ്ടു, കുറച്ച് സംശയങ്ങളൊക്കെ ചോദിച്ചു, അതിൻ്റെ ഉത്തരമൊക്കെ കിട്ടി. അങ്ങനെ ആ വിധത്തിലാണ് തിരിച്ചു വരുന്നത്. അപ്പോൾ ഈ ദുഃഖത്തിലിരിക്കുന്ന ഗാന്ധാരി ധൃതരാഷ്ട്രം എല്ലാം നശിച്ചു, സർവനാശം കഴിഞ്ഞ് മക്കളും പോയി, എല്ലാവരും പോയി ഇരിക്കണം. അങ്ങനെ ആളെയാണ് കണ്ടിരിക്കുന്നത്. അപ്പോൾ ധൃതരാഷ്ട്രരോട് ഒരു 3-4 കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ഇവരുടെ സ്വഭാവം, ജ്ഞാനികളുടെ സ്വഭാവം എങ്ങനെയാ പറഞ്ഞാൽ അവർ തോൽക്കാൻ തയ്യാറില്ല. എത്രയൊക്കെ ഉപദേശിച്ചിട്ടും ആൾക്കാർ നന്നായിട്ടില്ലെങ്കിൽ അവർ വീണ്ടും ഉപദേശിച്ചുകൊണ്ടിരിക്കും. അത് അവരുടെ ധർമ്മമാണ്. ഇവൻ ഉപദേശിച്ചാൽ നന്നാവില്ല, നീ ഒരു കാലത്തും ഗുണം പിടിക്കില്ല എന്ന് ഒരിക്കലും ആരും പറയില്ല. അത് നമ്മളെപ്പോലുള്ള മനുഷ്യന്മാരെ പറയുള്ളൂ. എന്നിട്ട് വിതുരരോട് കുറച്ച് ഭാഷയിൽ, കുറച്ച് സ്ട്രോങ് ഭാഷയിൽ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇന്നത്തെ ടോപ്പിക്ക് നമുക്കതാണ്. എന്തിനാണ് ജ്ഞാനികൾ ചില സമയത്ത് കടുത്ത ഭാഷയിൽ സംസാരിക്കുന്നത് എന്നുള്ളതാണ്. ആദ്യം തന്നെ പറയുന്നത്, കാലൻ ഇവിടെ അടുത്ത് എത്തിക്കഴിഞ്ഞു. നിങ്ങൾ എന്ത് കണ്ടിട്ടാണ് ഞാൻ നാടൻ ഭാഷയിൽ പറയട്ടെ, സാധാരണ മനുഷ്യരുടെ ഭാഷ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവാൻ എളുപ്പമാണ്. നിങ്ങൾ എന്ത് കണ്ടിട്ടാണ് ഇവിടെ തന്നെ ഇങ്ങനെ ഇരുന്ന് പൊറുതി കൂടുന്നത് എന്നാണ് ആദ്യം തന്നെ ചോദിക്കുന്നത്. കാലം തൊട്ടടുത്ത് എത്തിക്കഴിഞ്ഞു, മരണം തൊട്ടടുത്ത് എത്തിക്കഴിഞ്ഞു. അത് എത്തിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എത്ര പ്രിയപ്പെട്ടവരാണെങ്കിലും എത്രയൊക്കെ വേണ്ടവരാണെങ്കിലും അതിനെ ഉപേക്ഷിച്ച് പോയേ പറ്റൂ. ഇത് നിങ്ങൾക്ക് ഇനിയും മനസ്സിലായിട്ടില്ലേ എന്ന് ചോദിക്കണം. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ മുന്നിൽ ഇത്രയും ആൾക്കാർ മരിച്ചു കഴിഞ്ഞു, നിങ്ങളുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും എല്ലാവരും മരിച്ചു കഴിഞ്ഞു, നിങ്ങളതും എല്ലാം നശിച്ചു കഴിഞ്ഞു. നിങ്ങളുടെ ശത്രുവായിരുന്ന ആൾക്കാരുടെ വീട്ടിലാണ് നിങ്ങളിപ്പോൾ താമസിക്കുന്നത്. ശത്രുവിൻ്റെ വീട്ടിൽ കയറി താമസിക്കാൻ നാണം മാനൂല്ലേ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. ഭാഷയിൽ അങ്ങനെയാണ്. നിങ്ങൾക്ക് തീരെ സ്വയം അപമാനം തോന്നുന്നില്ലേ? നിങ്ങൾ എന്തിനാ വേറെ ആൾക്കാരുടെ വീടൊക്കെ ആശ്രയിച്ച് ജീവിക്കുന്നത് എന്നൊക്കെയാണ് അടുത്ത ചോദ്യം. പിന്നെ ചോദിക്കുന്നത്, നിങ്ങൾ ആരെ കൊല്ലാനാൻ വേണ്ടിയിട്ടാണോ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്ത് അരക്കില്ലം ഇട്ടതും പിന്നെ ഇത്ര യുദ്ധം ഉണ്ടാക്കിയതും ഒക്കെ? ആ ഭീമൻ എന്ന് പറഞ്ഞാലോ, നിങ്ങളുടെ മക്കളെ ഗത കൊണ്ട് അടിച്ചു കൊന്ന ഭീമൻ. ആ ഭീമൻ തരുന്ന ഭക്ഷണം കഴിച്ചിരിക്കുന്നേക്കാളും നായെ പോലെയുള്ളൊരു ജീവിതമല്ലേ ഇത്? അപ്പോൾ ഒന്ന് ആലോചിക്കണം. ധൃതരാഷ്ട്രം എന്ന് പറഞ്ഞ ഒരു സാമ്രാജ്യത്തിൻ്റെ അധിപനായിട്ട് ഇരുന്ന ഒരു വ്യക്തിയാണ്. അയാൾക്കാണ് ഈ അപമാനം മുഴുവൻ കിട്ടുന്നത്. അപ്പോൾ മുമ്പ് നേരെ വഴിക്ക് പറഞ്ഞതൊന്നും കിട്ടിയിട്ടില്ല. ഇപ്പം ഇങ്ങനെ സ്ട്രോങ് ആയിട്ട് വളരെ ഇൻസൾട്ട് ചെയ്യുന്ന വിധത്തിൽ ആണ് ഇപ്പം സംസാരിക്കുന്നത്. അതും വിതുരനെ പോലെ ജ്ഞാനിയായിട്ടുള്ള ഒരാൾ, ധർമ്മിഷ്ഠനായിട്ടുള്ള ഒരാൾ. എന്നിട്ട് ഇത്രയും ആളൊക്കെ കണ്ടു, ഇത്രയും അപമാനം സഹിച്ചു, എന്നാലും എനിക്ക് തോന്നുന്നു ഇപ്പോഴും ഈ പ്രാണികളെ പോലെ ഒരിക്കലും ജീവിതത്തിനോടൊരു ആശ തീരാതെ നിങ്ങളിങ്ങനെ ജീവിക്കുന്നുണ്ടല്ലോ. എനിക്കതൊക്കെ കാണുമ്പോൾ അത്ഭുതം തോന്നും. നിങ്ങൾ ആണെങ്കിൽ ഇപ്പം മരിക്കും എന്നുള്ള സ്ഥിതിയിലായി കഴിഞ്ഞു. മറ്റൊരാളെ ആശ്രയിച്ചിട്ടാണ് ജീവിക്കുന്നത്. ഇനിയെങ്കിലും ഒന്ന് വേണ്ട പോലെ ചിന്തിച്ചുകൂടെ, മോക്ഷത്തിന് വേണ്ടി ചിന്തിച്ചുകൂടെ എന്നൊക്കെ ഒന്ന് ചോദിച്ചു. ഇത് ഏറ്റു, ധൃതരാഷ്ട്രർക്ക് ഇത് ഏറ്റു. അപ്പം പറഞ്ഞതിൻ്റെ അർത്ഥം, ജ്ഞാനികൾ ഇല്ലെങ്കിൽ നമ്മുടെ ഗുരുസ്ഥാനത്ത് ഇരിക്കുന്നവർ ചിലപ്പം കടുത്ത ഭാഷയിൽ എന്തെങ്കിലും പറയുമ്പം, നമ്മളെ ഇൻസൾട്ട് ചെയ്യുന്ന പോലെ പറയുമ്പോൾ പലരും ആശ്രമമൊക്കെ വിട്ടിട്ട് പോകും, ചിലർ പണങ്ങിപ്പോവും. അവർക്ക് ഇത് മനസ്സിലാവാത്തതുകൊണ്ട് ഈ സമയത്ത് എനിക്ക് ഇത് കേൾക്കേണ്ട ആവശ്യമുണ്ട്, എന്നാലേ ഞാൻ നന്നാവുള്ളൂ. അത് എനിക്കുള്ള മരുന്നാണ്. ഡോസ് കുറച്ച് കൂടിപ്പോയാലും ശരി, അല്ലെങ്കിൽ കഴിക്കുന്ന കഷായം കുടിക്കുന്ന പോലെയാണ്, അതെൻ്റെ നന്മയ്ക്കാണ് എന്ന് മനസ്സിലാവണം. അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ കിട്ടും. പിന്നെ നമുക്ക് ഒരു വിഷയാസക്തി ഉണ്ടെങ്കിൽ, ഒരു വിഷയത്തിനോട് താല്പര്യം ഉണ്ടെങ്കിൽ അതിൽ നിന്ന് മുക്തമാവാൻ ഇത് സാധനയുടെ ഒരു മാർഗ്ഗമാണ് കേട്ടോ. പ്രതിലോമ ചിന്ത എന്ന് പറയും. പ്രതിലോമ ചിന്ത എതിരായിട്ട്, ഓപ്പോസിറ്റായിട്ട് ചിന്തിക്കുക. എനിക്കൊരു കാര്യത്തിനോട് താല്പര്യം ഉണ്ടെങ്കിൽ അതിനോട് അറ്റാച്ച്ഡ് ആയി കഴിഞ്ഞാൽ അത് ഏത് വിധത്തിലാണ് എനിക്ക് ദോഷകരമായിട്ട് ഭവിക്കുന്നത് അത് ചിന്തിച്ചുറപ്പിക്കുക. ഇപ്പോൾ ചെറിയ പരസ്യത്തിലൊക്കെ കാണാം. അപ്പോൾ സിഗരറ്റ് വലിൻ്റെ പരസ്യത്തിൽ സിഗരറ്റ് പാക്കറ്റിൻ്റെ മുകളിൽ എഴുതി വെക്കും,
ഇത് ക്യാൻസർ ഉണ്ടാക്കും എന്ന് പറഞ്ഞു. നമ്മൾ സിനിമ കാണാൻ പോകുമ്പോഴൊക്കെ ലങ്സിൽ പിന്നെ കരി പിടിച്ചതും സ്പോഞ്ച് പോലെ എന്നൊക്കെ പറഞ്ഞ് കുറേ പരസ്യം കാണും. ഇത് ഈ ചിന്ത ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എതിരായിട്ട് ചിന്തിക്കുക. അപ്പോൾ അതിനോടുള്ള ആശ പോകും. ഏതൊന്നിനോടാണോ ആശ അതിന് എതിരായിട്ട് ചിന്തിക്കുക. പ്രതിലോമ ചിന്ത പറയും. ഇത് ആധ്യാത്മിക സാധന ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം വളരെ ആവശ്യമാണ് മനോനിയന്ത്രണത്തിന്. ഇല്ലെങ്കിൽ മനസ്സ് ഓരോ വഴിക്ക് ഓടിക്കൊണ്ടിരിക്കും. ഇങ്ങനെ മനോനിയന്ത്രണം സാധിക്കുന്നവരെ കുറിച്ചും പിന്നെ വിതുരൻ അവിടെ ഒന്ന് ഉപദേശിക്കുന്നുണ്ട്. ആദ്യം 2 കൊട്ട് കൊടുത്തു. അപ്പം കാര്യങ്ങൾ മനസ്സിലായി തുടങ്ങി. ധൃതരാഷ്ട്ര ഏറെക്കുറെ ഇത് ഉൾക്കൊള്ളാനുള്ള സ്ഥിതിയിലാണെന്ന് മനസ്സിലായി. എന്നിട്ട് പറയണം, നിങ്ങൾക്ക് ധൈര്യമില്ല, നിങ്ങൾ ധീരനല്ല എന്നാണ് പറയുന്നത്. എന്നിട്ട് ധീരൻ്റെ ലക്ഷണം പറയണം. എന്താണ് പറയുന്നത്? യശസ്സും ധർമ്മം മുതലായ പുരുഷാർത്ഥങ്ങളെ സമ്പാദിക്കാൻ കഴിയാത്ത വിധം ജീർണിച്ചതായ ഈ ശരീരത്തിലുള്ള ആശയും ഞാനെന്നും എൻ്റേതെന്നും തോന്നുന്ന അഹംഭാവത്തെയും ഉപേക്ഷിച്ചിട്ട് പോവാനുള്ള ഒരു മനോഭാവം നിങ്ങൾക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒരു മനോഭാവമുള്ള ആളാണ് ധീരൻ. എന്ന് പറഞ്ഞാൽ വിരക്തി, വൈരാഗ്യം, സംസാരം വിട്ടു പോവാനുള്ള വിരക്തി ഉള്ളവനെയാണ് ധൈര്യം ഉള്ളവൻ, ധീരൻ എന്ന് പറയുന്നത്. നിങ്ങൾക്കത് ഇതുവരെ ഉണ്ടായിട്ടില്ല, നിങ്ങൾ ധീരനല്ല എന്ന് പറഞ്ഞു. അപ്പോൾ സാധാരണ രീതിയിലൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഞാൻ ധീരനാണ്, ധൃതരാഷ്ട്രർക്ക് കണ്ണ് കാണില്ല എന്നുള്ളൂ. കണ്ണ് കാണാതെ മൂപ്പർ കാര്യങ്ങളൊക്കെ മക്കളെ കൊണ്ടൊക്കെ നിർവഹിച്ച ഒരാളാണ്. എന്തായാലും അതൊരു വലിയ അടിയാണ്. പലപ്പോഴും നമ്മൾക്ക് ഇങ്ങനെ വേണ്ടി വരും. നമ്മൾ എന്തെന്ന് വിചാരിക്കുന്ന, ഇല്ലെങ്കിൽ ശരി എന്ന് വിചാരിക്കുന്ന പല കാര്യങ്ങളും അതിനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് ചിലപ്പം സംസാരിക്കേണ്ടി വരും. ഇത് നമ്മൾ ഭഗവത്ഗീതയിൽ ഈ ടെക്നിക്ക് കാണുന്നുണ്ട്. അർജുനോട് കുതസ്ത്വ കശ്മലമിതം വിഷമേ സമുപസ്ഥിതം എന്ന് ഭഗവാൻ പറയുന്ന ആ ഭാഗത്ത് അർജുനന്റെ എല്ലാ കഴിവുകളെയും ഓർമ്മിപ്പിച്ചുകൊണ്ട് അവിടെ ചീത്ത വിളിക്കും അർജുനനെ. അതാണ് വാക്കിൻ്റെ ശക്തി. വാക്കിൻ്റെ പ്രയോഗം എപ്പോഴും അവനവൻ്റെ ഉള്ളിലെ അഗ്നിയെ, ജ്ഞാനാഗ്നിയെ പോഷിപ്പിക്കുന്ന വിധത്തിലുള്ളത് വേണം. അപ്പോൾ ആ കേൾക്കുന്ന ആൾ അതുപോലെ ചിന്തിച്ച് മനസ്സിലാക്കാൻ സാധിക്കണം. അപ്പോൾ ഈ ദേഹബോധത്തിൽ നിന്ന് പുറത്തു ചാടാൻ ആഗ്രഹിക്കുന്ന ഒരുവൻ മാത്രമേ ധീരനായിട്ടുള്ളൂ എന്ന് വിതുരൻ പറയുന്നു. അതിന് ശേഷം ഉത്തമന്മാരുടെ ലക്ഷണം പറഞ്ഞു. സ്വബുദ്ധി കൊണ്ട് ആലോചിച്ചറിഞ്ഞിട്ടോ ആപ്തനായ ഗുരുവിൻ്റെ ഉപദേശത്തെ അനുസരിച്ചോ ഈ ശരീരത്തിലുള്ള അഭിമാനം ഉപേക്ഷിച്ച് ആത്മസ്വരൂപത്തെ നന്നായി ധരിച്ച് ജനന മരണ ക്ലേശങ്ങളെ നശിപ്പിച്ച്, അതുകൊണ്ടാണ് ആത്മതത്വത്തെ നന്നായി ധരിച്ച് എന്ന് പറയാൻ കാരണം, പരമഗതിയെ ഭക്തന്മാർക്ക് നൽകുന്ന ശ്രീകൃഷ്ണമൂർത്തിയെ ഹൃദയത്തിൽ ഓർപ്പിക്കണം. അവൻ ഉത്തമനാണ്. എന്നിട്ട് എന്തു വേണം? ഹൃദയത്തിൽ ഉറപ്പിച്ച് നിർത്തിയിട്ട് ആ പരമാത്മ തത്വത്തിന് മനസ്സിൽ ഉറപ്പിക്കുക. അതിൻ്റെ രൂപമാണ് ശ്രീകൃഷ്ണൻ. ശ്രീകൃഷ്ണനെ മനസ്സിൽ ഉറപ്പിച്ചിട്ട് വീട് വിട്ട് പുറത്തു പോകണം. നമ്മൾ എന്തിനോടൊക്കെ കെട്ടിപ്പിടിച്ച് ഒട്ടിപ്പിടിച്ചിരിക്കണോ പോകണം. വീട് വിട്ട് പോകണം എന്ന് പറഞ്ഞാൽ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകണമെന്നോ ഏതെങ്കിലും അമ്പലത്തിലോ ആശ്രമത്തിലോ പോയിരിക്കണം എന്നല്ല അർത്ഥം. അതിനോടുള്ള അറ്റാച്ച്മെൻറ്റ് ഇല്ലാണ്ടാവണം. ഇത് എൻ്റേതല്ല, എൻ്റേതാണ് എന്നാണെങ്കിലേ, എൻ്റേതല്ല എന്ന ഭാവത്തിൽ അവിടെ ഇരിക്കുമ്പം വീട് വിട്ടു പോയതിന് തുല്യമാണ്. ആ ഉടമസ്ഥാവകാശം ഉപേക്ഷിക്കണം. ഉടമസ്ഥാവകാശം എന്ന് പറഞ്ഞാൽ ആധാരത്തിലുള്ള ഉടമസ്ഥനല്ല പറഞ്ഞത്, എൻ്റേതാണ് എന്ന ഭാവം ഉപേക്ഷിക്കണം. കാരണം ഒരു വീട്ടിൽ എൻ്റെ വീട് പറഞ്ഞാൽ മരിച്ചു കഴിഞ്ഞാലും വീട് അവിടെ ഉണ്ടാവും, മരിച്ച ആൾ പോകും. അപ്പം മരിച്ച ആൾ വീടാണെങ്കിൽ മരിച്ച ആളുടെ കൂടെ വീട് പോകണം, അത് പോകാറില്ല. ബാക്കിയുള്ളവർ അതിന് വേണ്ടിയിട്ട് അടിപിടി ഉണ്ടാക്കുകയുള്ളൂ. അപ്പോൾ ഈ ബോധത്തിൽ ശ്രീരാമകൃഷ്ണ പരമഹംസർ പറയും, ചേർമീൻ പോലെ വേണം. അത് എങ്ങനെ നിന്നാലും അതിൻ്റെ മേൽ ചേറ് പറ്റില്ല. അങ്ങനെ ഒട്ടലില്ലാതെ ജീവിക്കണം. അവനെയാണ് ഉത്തമൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടപ്പം ധൃതരാഷ്ട്രർ വിചാരിച്ചു, എന്നാൽ പിന്നെ ശരി, ഇത് തന്നെയാണല്ലോ ഇനിയിപ്പോൾ നല്ലത്, ഈ പറഞ്ഞതിലൊക്കെ കാര്യമുണ്ട്. അങ്ങനെ ധൃതരാഷ്ട്രരും ഗാന്ധാരിയും കൂടി വിതുരരും കൂടി രാത്രിക്ക് രാത്രി സ്ഥലം വിട്ടുവന്നാണ്. വടക്കോട്ട് സഞ്ചരിക്കാൻ പറഞ്ഞു. ഇതൊരു വലിയ സംഭവമാണ്. വടക്കോട്ട് സഞ്ചരിക്കുക എന്ന് പറയുമ്പം വടക്ക് ഭാഗത്തുള്ളവരൊക്കെ നല്ല ആൾക്കാരാണെന്നും പറഞ്ഞിട്ട് തെക്കുള്ളവരെ കളിയാക്കാൻ തുടങ്ങും. ഇതൊക്കെ നമ്മുടെ ശാസ്ത്രത്തിൽ വന്നുപെട്ട പ്രശ്നമാണ്. വടക്കോട്ട് സഞ്ചരിക്കുക എന്ന് പറയുമ്പോൾ ശരിക്കും എന്താണ് അതിൻ്റെ അർത്ഥം? ഹിമാലയമുള്ള ഭാഗത്തേക്ക് സഞ്ചരിക്കുക എന്ന് ഭൂമിശാസ്ത്രപരമായിട്ട് ചിന്തിക്കുമ്പോൾ മനസ്സിലാവും. അല്ലാതെ
തെക്ക് എന്ന് പറയുന്നത് പിതൃലോകവും വടക്ക് എന്ന് പറയുന്നത് ഋഷിലോകവുമാണ്. അവിടെ ദിക്കല്ല, ആ സ്ഥലത്തിൻ്റെ എന്താ പറയുക, നമ്മൾ ജോഗ്രഫിക്കലി അല്ല ചിന്തിക്കേണ്ട, ആ പ്രതീകമാണ്. പിതൃലോകം എന്ന് പറയുന്നത് പ്രവൃത്തി മാർഗമാണ്. കർമ്മചക്രത്ത് കുടുങ്ങിയിരിക്കുന്നവരാണ് ആ ഭാഗത്ത്. മുക്തിയിലേക്ക് പോകുന്നവരാണ് ഋഷിലോകത്തിലേക്ക് പോവുക. അപ്പോൾ വടക്കോട്ട് യാത്രയായി എന്ന് പറഞ്ഞാൽ ഋഷിലോകത്തിലേക്ക് യാത്രയായി. അതാണ് ഹിമാലയത്തിലേക്ക് പോയി എന്നൊക്കെ പറയുന്നതിൻ്റെ അർത്ഥം. ഹിമാലയം അനങ്ങാത്ത ദൃഢതയുള്ള സ്ഥലമാണ്, സ്ഥിരതയാണ്. മനസ്സിൻ്റെ സ്ഥിരതയെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഹിമാലയം എന്ന് പറയുന്നത് തന്നെ. അല്ലാതെ അതൊരു ഭൂമിയുടെ ഒരു പ്രദേശമല്ല. അവിടെയൊക്കെ പോകുമ്പോൾ ഇതാണ് ആലോചിക്കേണ്ടത്. ആ ഭാഗത്തേക്കൊക്കെ പോകുമ്പോൾ അവിടെ പോയി സെൽഫി എടുക്കാൻ വേണ്ടിയിട്ട് പോകരുത്. മനസ്സിൻ്റെ ദൃഢതയായോ എന്നല്ല, ഹിമാലയം പോലെ ആയി ദൃഢമാവണം, ഏകാഗ്രമാവണം എന്ന് ഓർമ്മിക്കണം. അങ്ങനെ അവർ പുറപ്പെട്ട് പോയതിന് ശേഷം യുധിഷ്ഠിരൻ വന്നു. യുധിഷ്ഠിരൻ വന്നു നോക്കിയപ്പോൾ കൊട്ടാരത്തിൽ ഇവരൊന്നുമില്ല. അപ്പോൾ ആ കൂടി വിഷമം, ഇവരിപ്പോൾ ഈ വാർദ്ധക്യത്തിൽ എങ്ങോട്ടാണ് പോയത്? ഇനി എൻ്റെ ഭരണം ശരിയാവാത്തതുകൊണ്ടാണോ, ഞാൻ നോക്കിയത് ശരിയാവാത്തതുകൊണ്ടാണോ? ആ കൂടി അങ്ങനെ വിഷമമായി. എന്നിട്ട് പോയിട്ട് കൊട്ടാരത്തിലുള്ളവരോടൊക്കെ ചോദിച്ചു, എവിടെ പോയി? അപ്പോൾ അവരോട് ഞങ്ങൾക്കറിയില്ല, രാവിലെ എണീറ്റ് നോക്കിയപ്പോൾ വരെയൊന്നും ഇവിടെ കാണാനില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ആ കൂടി വിഷമിച്ചുകൊണ്ടിരിക്കുമ്പോൾ നാരദമുനി വന്നു എന്നാണ് അവിടെ. നാരദമുനി വന്നപ്പം നാരദമുനിയോട് ചോദിച്ചു, ഇവരൊക്കെ എവിടെ പോയി, എന്താ സംഭവം? അപ്പോൾ നാരദമുനിക്ക് കാര്യം മനസ്സിലായി. പക്ഷെ ഒറ്റയടിക്ക് ഇവിടുന്ന് പോയി എന്ന് പറയുന്നതിന് പകരം നാരദമുനി കുറച്ച് തത്വങ്ങളൊക്കെ പറഞ്ഞു. അന്നേരം ധർമ്മപുത്രരോട് എപ്പോഴും ആലോചിച്ച് നോക്കിയാലേ, നമ്മുടെ ഈ ശാസ്ത്രങ്ങളൊക്കെ ആലോചിച്ച് നോക്കിയാൽ മനുഷ്യൻ നല്ല രീതിയിൽ നല്ല സന്തോഷമായി നിൽക്കുമ്പോൾ ഒരാളും ആധ്യാത്മിക തത്വം പറഞ്ഞിട്ടില്ല. ആകെക്കൂടി വിഷമിച്ചതായി നിൽക്കുമ്പോഴാണ് ആരെങ്കിലും ഒരു ഗുരു വരുന്നതും തത്വങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്. ഇതൊരു വല്ലാത്ത സംഭവമാണ്. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഒരാളുടെ ഉപദേശം കേൾക്കാൻ തയ്യാറാവുള്ളൂ. ഒന്നാമത്തെ കാര്യം അതാണ്. പിന്നെ ഈ ഒരു പരിതസ്ഥിതി വരുന്നത്, നമുക്ക് വിഷമകരമായ ഒരു പരിതസ്ഥിതി വരുന്നത് ഒരു വലിയ ഉപദേശം കേൾക്കാനുള്ള സമയമാകുമ്പോഴാണ്. അതും കൂടി ഓർമ്മിക്കാനുണ്ട്. ആ സമയത്ത് നമ്മളൊക്കെ കുറച്ചു കാലം ഇങ്ങനെ പല ബുദ്ധിമുട്ട് കൂടിയും ജീവിതം കടന്നുപോയി കുറച്ചു കാലം കഴിയുമ്പോഴാലോചിക്കുക, ഇങ്ങനൊരു ദുഃഖാനുഭവം വന്നതിൻ്റെ ശേഷമാണ് എൻ്റെ ലൈഫ് ഇവിടെ വെച്ചിട്ട് ടേൺ ആയത്. അപ്പോൾ എനിക്കത് ആ സമയത്ത് അത് ആവശ്യമുണ്ടായിരുന്നു എന്ന് കുറേ കാലം കഴിയുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ. ഇവിടെ നാരദമുനി വന്നിട്ട് ലോകത്തിൻ്റെ സ്ഥിതി എന്താണ് എന്ന് ആദ്യം തന്നെ യുധിഷ്ഠിരനോട് പറഞ്ഞു. ഈ ലോകം എന്ന് പറഞ്ഞാൽ ഈശ്വരേച്ഛയാണ്, ഈശ്വരനാണ് ഇത് നടത്തുന്നത്. അപ്പോൾ യുധിഷ്ഠിരനോട് പറയുന്നത്, നീ നോക്കാത്തതുകൊണ്ട്, നീ നോക്കിയത് നന്നാവാത്തതുകൊണ്ടാണ് ഇവർ പോയത് എന്നൊന്നും ചിന്തിക്കേണ്ട, അല്ലെങ്കിൽ നീയാണ് ഇവരെ നോക്കുന്നത്, നീ നോക്കിയാലേ ശരിയാവുള്ളൂ എന്ന അങ്ങനത്തെ ചിന്തയും വേണ്ട. ഇതെല്ലാം ഈശ്വരേച്ഛ പോലെ നടക്കുന്നു. മുമ്പും ഇതുപോലെ പറഞ്ഞു, എല്ലാം സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളൊക്കെ ഈശ്വരേച്ഛ പോലെയാണ്, അതിൻ്റെ ഭാഗമാണ് നമ്മൾ എന്ന് ഓർമ്മിക്കണം. അപ്പോൾ ഓരോ സമയത്ത് ഓരോ വ്യക്തിക്ക് അതാത് ധർമ്മം ആവുന്ന സമയത്ത് അതിനുള്ള സാഹചര്യം ഉണ്ടാവുന്നു, അവരുടെ ലൈഫ് അങ്ങനെ ടേൺ ആവുന്നു. ഇതാദ്യം മനസ്സിലാക്കണം എന്ന് പറഞ്ഞു യുധിഷ്ഠിരൻ്റെ അടുത്ത്. ഓരോ സംഭവം ഉണ്ടാവുമ്പം നമ്മളിപ്പോൾ ഈ കഥ വായിക്കുമ്പോൾ ഇതൊക്കെ കണ്ട് വായിച്ചു പോകും. ഞാനിപ്പോൾ എന്തിനാ ഇതൊക്കെ വായിക്കുന്നത്, അതും കൂടി ആലോചിക്കണ്ടേ? അപ്പോഴാണ് നമുക്കൊരു കാര്യം മനസ്സിലാവുക. ഇത് മനസ്സിലാവാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മളെ കഴിഞ്ഞ കാലങ്ങളിലേക്കൊക്കെ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി, എവിടൊക്കെ വെച്ച് ജീവിതം എങ്ങോട്ടൊക്കെ തിരിഞ്ഞു. അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാവും, എൻ്റെ കൺട്രോളിൽ ഒന്നുമില്ലായിരുന്നു, ഞാൻ ചെയ്തു എന്ന് വിചാരിക്കുക, അതൊക്കെ സംഭവിച്ചു പോയി. ഒരു ഒഴുക്കപ്പെട്ട അവസ്ഥയാണ്, കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംഭവിച്ചു പോകുന്നുണ്ട്, ഞാൻ അതിൻ്റെ കൂടെ ഒഴുകി പോകുന്നുണ്ട്. ഇങ്ങനൊരു അവസ്ഥ, ആ ഒഴുക്കിനാണ് നമ്മൾ ഈശ്വരേച്ഛ എന്ന് പറയാം. രണ്ടാമത് പറഞ്ഞു, ഇനിയിപ്പം ഈ സംഭവം നീ ആണ് ഗാന്ധാരിയെയും ധൃതരാഷ്ട്രമൊക്കെ നോക്കുന്നു എന്ന് നിനക്കങ്ങനെ ഒരു തോന്നലുണ്ടെങ്കിൽ ഒരു കാര്യം ഓർമ്മിക്കോ, ആരാണ് ഇവരെ പരിപാലിക്കുന്നത്? കാലം, കർമ്മം, ഗുണങ്ങൾ, പഞ്ചഭൂതങ്ങൾ, ഇതെല്ലാം കൂടി ചേർന്നാണ് മനുഷ്യ ശരീരം. ഇതിന് നാശമുണ്ട്. നാശമുള്ള ഒരു ശരീരത്തിന് ഒരിക്കലും മറ്റൊരു ശരീരത്തിനെ നാശത്തിൽ നിന്ന് രക്ഷിക്കാനാവില്ല. അപ്പോൾ ദേഹം എന്നുള്ളത് നശ്വരമാണ് എന്ന ചിന്ത എപ്പോഴും വേണം. അതിൻ്റെ പ്രാരബ്ധം നിലനിൽക്കുന്നിടത്തോളം കാലം ആ ശരീരം നിലനിൽക്കും. പ്രാരബ്ധം കഴിഞ്ഞ് അത് പോവും. അതുകൊണ്ട് ഞാൻ നോക്കിയിട്ട് വേണം ഇവർക്ക് കഴിയാൻ എന്ന ചിന്ത ഇനി വേണ്ട.
എന്ന് പറഞ്ഞു. ഉപദേശമൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് കുറച്ച് ക്രൂരമായ ഉപദേശമായിട്ട് തോന്നും. വയസ്സായ ആൾക്കാർ നോക്കണ്ടെന്നല്ല ഈ പറഞ്ഞത് എന്ന് തോന്നും. പക്ഷെ ആരോടാണ് പറഞ്ഞത്, എപ്പോഴാണ് പറഞ്ഞത് എന്നും കൂടി നോക്കണം. അത് നോക്കാത്തതുകൊണ്ടാണ് ഈ വിമർശനങ്ങളൊക്കെ വരുന്നത്. അതായത് ഒരു വയസ്സായ 2-3 ആൾക്കാർ കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങിപ്പോയപ്പോൾ അത് നന്നായി എന്ന് നാരദമുനി വന്നിട്ട് പറഞ്ഞു രാജാവിനോട്. കേൾക്കുമ്പോൾ അങ്ങനെയല്ല തോന്നുക. ഈ മതം മാറ്റത്തിന് പോകുന്നവർ ഇതൊക്കെ വെച്ചിട്ടാണ് പറയാം. അപ്പോൾ നമ്മൾ നോക്കുന്നത് വാർദ്ധക്യം, ഒരു വാനപ്രസ്ഥത്തിലേക്ക് എത്തിയ ആൾക്കാർ, അവർക്ക് ബോധോദയമുണ്ടായി, വൈരാഗ്യമുണ്ടായി വിട്ടുപോകാൻ. അവിടെ ജ്ഞാനിയുടെ ഒരു ഉപദേശം കിട്ടി. അപ്പോൾ അവർ വിട്ടുപോകാൻ തീരുമാനിച്ചു. ഇത് നാരദർക്കറിയാം. അപ്പോൾ യുധിഷ്ഠിരനോട് ആദ്യം ഇത് പ്രകൃതി സഹജമായിട്ട് ഇങ്ങനെയാണ് നടക്കേണ്ടത് എന്നതിന് ഈശ്വര ലീല പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു ശരീരം എന്നുള്ളത് നശ്വരമാവാനുള്ളതാണ്, അതിനെ നിലനിർത്തുന്നത് കാലമാണ്. ഇതാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. അല്ലാതെ ഇറങ്ങിപ്പോയത് നന്നായി എന്നല്ല. പക്ഷേ യുധിഷ്ഠിരൻ എന്ന് പറഞ്ഞാൽ ധർമ്മത്തിൻ്റെ മൂർത്തിമത് ഭാവമാണ്. അദ്ദേഹത്തിന് അറിയാം, വർണ്ണാശ്രമ ധർമ്മങ്ങളെക്കുറിച്ചൊക്കെ നന്നായിട്ടറിയാം. പറഞ്ഞു കൊടുക്കുന്നത് നാരദമുനിയാണ്. അപ്പം അറിവിൻ്റെ തലത്തിലാണ് ഈ സംഭാഷണം മുഴുവൻ നടക്കുന്നതും സംഭവം നടക്കുന്നതും. ആ തലത്തിൽ എത്താത്തവരാണ് നമ്മൾ ഓരോരുത്തർ. സാധാരണ ഗൃഹസ്ഥരെ സംബന്ധിച്ചിടത്തോളമുള്ള ഒരു ഉപദേശമല്ല ഇത്. ഗൃഹസ്ഥരെ സംബന്ധിച്ചിടത്തോളം ഗൃഹസ്ഥാശ്രമ ധർമ്മത്തിൻ്റെ ഭാഗമായിട്ട് എന്തൊക്കെ ചെയ്യാനുണ്ടോ അതൊക്കെ ചെയ്യാണ്ട്. അവിടെയൊക്കെ മാതൃദേവോ ഭവ, പിതൃദേവോ ഭവ, ആചാര്യ ദേവോ ഭവ, നമ്മൾ തൈത്തിരീയത്തിൽ പഠിച്ചതാണ് ഇതൊക്കെ. അതൊക്കെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഈ ഉപദേശം കേട്ടിട്ട് നാരദമുനി യുധിഷ്ഠിരനോട് പറഞ്ഞ ഉപദേശം കേട്ടിട്ട് നമ്മൾ നമ്മളെ ജീവിതത്തിൽ പ്രവർത്തിക്കേണ്ട കാര്യമില്ല. ആ തലത്തിലാണെങ്കിലേ പറ്റുള്ളൂ. അറിവിൻ്റെ തലത്തിൽ യുധിഷ്ഠിരൻ്റെയും നാരദമുനിയുടെ ഒക്കെ തലത്തിലെത്തുമ്പം ഇത് ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിക്കും. അങ്ങനെ സംഭവിക്കുന്നവർ വളരെ സ്വാഭാവികമായിട്ട് ആ വൈരാഗ്യം വന്നിട്ട് അവർ ആ തലത്തിലേക്ക് നീങ്ങിക്കോളും. അല്ലാതെ ഇനിയിപ്പോൾ ഞാൻ ഇവരെ നോക്കിയിട്ട് എൻ്റെ മോക്ഷം ഇല്ലാണ്ടായി പോകും പറഞ്ഞിട്ട് അവിടെ ഇറങ്ങിപ്പോവുകയല്ല ചെയ്യും. അത് ഒളിച്ചോട്ടമാണ്, ഉത്തരവാദിത്വം. പിന്നെ പറയുന്ന എല്ലാ പ്രാണിവർഗവും, അതായത് ജീവനുള്ളതൊക്കെ, ദേഹമുള്ളതൊക്കെ മറ്റൊരു ദേഹത്തിൻ്റെ ആഹാരമാണ്. അത് നമ്മൾ നോക്കിയാലറിയാം. പുല്ല് തിന്നുന്ന പ്രാണികൾ അതിനെ വേറെ പ്രാണി തിന്നുന്നു, അതിനെ വേറെ പ്രാണി തിന്നുന്നു, എല്ലാം ഒന്നിൻ്റെ ആഹാരമാണെന്നുള്ള എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ദേഹമാണ് എന്ന് കരുതി നടക്കുന്നതൊക്കെ, ഞാൻ എന്ന് വിചാരിക്കുന്ന ഈ ദേഹം മറ്റൊന്നിൻ്റെ ആഹാരമാണ്. അല്ല, നമ്മൾ ഈ കടയിൽ പോയിട്ട് അരിച്ചാക്ക് കാണുന്ന പോലെ ആയിരിക്കും ബാക്കിയുള്ള ജന്തുക്കൾ നമ്മളെ കാണുന്നുണ്ടാവുക. ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങളെ ഭക്ഷണമാവാനുള്ളതാണ്. ഇതൊക്കെ ഓർമ്മിക്കുന്ന എന്തിനാന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഉപദേശങ്ങൾ കേൾക്കുമ്പോഴേ നമുക്ക് ദേഹത്തിനോടുള്ള ഈ ഒരു താതാത്മ്യം, അറ്റാച്ച്മെൻ്റ് ഇല്ലാണ്ടേ ആവുള്ളൂ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവർ മുക്തിയിലേക്ക് എത്തും. അപ്പം അങ്ങനെയൊക്കെ നോക്കുമ്പോൾ യുധിഷ്ഠിര, ധൃതരാഷ്ട്രരും ഗാന്ധാരിയും ഒക്കെ പോയത് ആശ്രമധർമ്മം സ്വീകരിച്ച്, സന്യാസധർമ്മം സ്വീകരിച്ചിട്ട് അവരുടെ ജീവിതത്തിൻ്റെ അവസാനമായ മുക്തിമാർഗം തേടിപ്പോയതാണ്. അതുകൊണ്ട് നീ വിഷമിക്കേണ്ട ആവശ്യം ഇല്ല. അവർക്ക് അതിനുള്ള സമയമായി, അവർ പോയി. അല്ലാതെ നോക്കാത്തതുകൊണ്ട് ഇറങ്ങിപ്പോയതല്ല എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ചു. അപ്പോൾ ചോദിച്ചു അവരിപ്പോൾ എവിടെയുണ്ട്? അപ്പോൾ നാരദമുനി പറഞ്ഞു അവർ ഋഷിലോകത്തിലിരിക്കുന്നുണ്ട്. ഋഷിലോകത്തിലിരുന്ന് എന്താ ചെയ്യുന്നത്? അവിടെ ഇരുന്ന് സാധന ചെയ്തുകൊണ്ടിരിക്കണു. പ്രാണായാമം ചെയ്യുന്നുണ്ട്, യോഗ സാധന ചെയ്യുന്നുണ്ട്, സ്വാധ്യായം ചെയ്യുന്നുണ്ട്. അങ്ങനെ വിഷയവിരക്തി വരാൻ വേണ്ടിയിട്ടുള്ള സകലതും ചെയ്ത് പോവുകയാണ്. ഇനിയിപ്പോൾ ഒരു 5 ദിവസം കൂടി കഴിഞ്ഞാൽ ധൃതരാഷ്ട്രർ ദേഹം ഉപേക്ഷിക്കും. ഇദ്ദേഹം ഇപ്പോൾ സമാധിയിലിരിക്കുകയാണ്. ധൃതരാഷ്ട്രർ സമാധിയിലെത്തി അപ്പോഴേക്ക്. അതാണ് ആലോചിക്കുക. ഈ ഇത് മുഴുവൻ ഇവിടെ ചെയ്തിട്ട് ഒരു ഉപദേശം കിട്ടി ഇറങ്ങി തിരിച്ചു പോയി നല്ല സ്ഥലത്തായിരിക്കും എത്തിയിട്ടുണ്ടാവുക. ഋഷിലോകത്തിലെത്തിക്കഴിഞ്ഞ് അവിടെ ഇരുന്നിട്ട് സമാധിയിലെത്തി. അപ്പോൾ നാരദമുനി പറഞ്ഞു 5 ദിവസം കൂടി ഉള്ളൂ. 5 ദിവസം കഴിഞ്ഞാൽ ആൾ മുക്തി പ്രാപിക്കും, മോക്ഷം കിട്ടും, ആ ദേഹം ഉപേക്ഷിക്കും. അപ്പോൾ പിന്നീട് എന്തുണ്ടോ? അപ്പോൾ ഗാന്ധാരിയുണ്ട്. ഗാന്ധാരി ആ അഗ്നിയിൽ ചാടി ദേഹത്യാഗം ചെയ്യും. അടുത്ത വലിയ പ്രശ്നമാണ് ഇവിടെ വന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്നു, ഇവിടെ യോഗാഗ്നി എന്നൊരു വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. അത് മനസ്സിലാക്കാതെ ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ ആ ചെതയിൽ ഭാര്യ ചാടി ചാവണം എന്നുള്ളൊരു സിസ്റ്റം ഉണ്ട്. പലരും പല വിധത്തിൽ ചരിത്രപരമായിട്ട് ചില കാരണങ്ങൾ ചിലർ പറയുന്നുണ്ട്. ഈ ഭാഗം കോട്ട് ചെയ്തിട്ട് ആൾക്കാർ പറയുന്നുണ്ട്.
പതിവ്രത ആണെങ്കിൽ ഭർത്താവിൻ്റെ ചിതയിൽ ചാടി മരിക്കണം. അങ്ങനെ ഇവിടെ പറഞ്ഞിട്ടുള്ളത് തെറ്റായിട്ടുള്ള ഉപദേശങ്ങളാണ് അവിടെയൊക്കെ. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന യോഗാഗ്നിയിൽ ദഹിപ്പിക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ ഭർത്താവ് എപ്രകാരം ദേഹത്യാഗം ചെയ്തു, മുക്തി നേടിയോ, ഞാൻ ദേഹമാണ് എന്ന ബോധത്തിൽ നിന്ന് ആത്മബോധത്തിലേക്ക് എത്തിയതിൻ്റെ ശേഷമാണ് ആ ദേഹമാണ്, അതുപോലെ തന്നെ ഗാന്ധാരിയും മുക്തി നേടും. ഇതാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ രണ്ടാളും അതുപോലെ സാധന ചെയ്തിട്ട് അവസാന കാലത്ത് അതിതീവ്രമായ സാധന ചെയ്തു എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. അങ്ങനെ അവർ മുക്തി നേടും എന്ന് പറഞ്ഞു. അത് കാരണം ഇപ്പം ഇനി അവരെ വിളിക്കാൻ പോയി കഴിഞ്ഞാൽ അവരുടെ മുക്തിക്ക് തടസ്സമാണത്. അതൊരിക്കലും ചെയ്യാൻ പാടില്ല, അവരെ തപസ് ചെയ്യാൻ വിടും എന്ന് യുധിഷ്ഠിരന് ഉപദേശം കൊടുത്തു. അപ്പോൾ അവിടെ വേറൊരു കാര്യമുണ്ട്. നമുക്കൊരു വ്യക്തിയോട് സ്നേഹം തോന്നുന്നുണ്ട്, ഇഷ്ടം തോന്നുന്നുണ്ട്, അതൊക്കെ ഉണ്ട്. പക്ഷേ ആ സ്നേഹം അവരുടെ ആധ്യാത്മിക സാധനകൾക്ക് ഒരു തടസ്സമാവാൻ പാടില്ല. അതും കൂടി ആലോചിക്കാനുണ്ട്. എനിക്കിഷ്ടമുള്ള കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ ആളെ തടസ്സപ്പെടുത്താൻ പാടില്ല. ചുരുക്കി പറഞ്ഞാൽ പൊതുവെ എന്തെങ്കിലും ചെയ്യുമ്പോൾ രണ്ടുപേർക്കും ഗുണമുള്ള വിധത്തിൽ വേണം കാര്യങ്ങളൊക്കെ ചെയ്യാൻ. അപ്പോൾ ധൃതരാഷ്ട്രവും ഗാന്ധാരിയും മുക്തിയുടെ ഭാഗത്ത് എത്തി, വക്കത്തെത്തി നിൽക്കണം. ഇപ്പോൾ അവരെ വിളിക്കാൻ പോയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്, അത് ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ യുധിഷ്ഠിരൻ ഇവിടെ തന്നെ നിന്നു. യുധിഷ്ഠിരൻ അറിവുള്ള ആളല്ലേ. അങ്ങനെ നിന്നു. അങ്ങനെ ഇവർ മുക്തി പ്രാപിച്ചു. ഇതാണ് ഈ ഭാഗത്ത് പറയുന്നത്. നമുക്ക് മനസ്സിലാക്കാനുള്ള കാര്യം, എന്തൊക്കെ അധർമ്മങ്ങൾ സംഭവിച്ചു പോയാലും തെറ്റുകൾ സംഭവിച്ചു പോയാലും അറിവുള്ളൊരു വ്യക്തി, ഒരു ജ്ഞാനി വന്ന് നമ്മൾ ഉപദേശിക്കുമ്പോൾ ആ ഉപദേശം സ്വീകരിച്ച് നമ്മൾ ആധ്യാത്മിക സാധനകൾ ചെയ്യുകയാണെങ്കിൽ മുക്തി മാർഗത്തിലേക്ക് യാത്രയാവും. ഒരു പാപി സ്ഥിരമായിട്ട് പാപിയല്ല. അതാണ് ഹൈന്ദവ ധർമ്മത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഒരാളെയും സ്ഥിരമായിട്ട് പാപികളെ എന്ന് നമ്മൾ വിളിക്കാറില്ല. എത്രയൊക്കെ അധർമ്മം ചെയ്ത ആൾക്കും അയാളുടെ കർമ്മങ്ങളെ തിരിച്ചുവിട്ടാൽ, ആധ്യാത്മിക പാതയിലേക്ക് തിരിച്ചു വിട്ടു കഴിഞ്ഞാൽ മുക്തിയിലേക്ക് നീങ്ങാം എന്നും കൂടി ഈ കഥ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ഇത് വലിയൊരു ആശ്വാസമാണ്. ഞാൻ അങ്ങനെ ചെയ്തു പോയല്ലോ, ഞാൻ ഇങ്ങനെ ചെയ്തു പോയല്ലോ, ഇങ്ങനെ കുറ്റബോധത്തിൽ നീറി കഴിയുന്ന ആൾക്കാരുണ്ടാവും ഭൂതകാലത്തിൽ. അവർക്ക് തിരിച്ച് ചിന്തിക്കാനുള്ള, കഴിഞ്ഞത് കഴിഞ്ഞു, അതാരും വിചാരിച്ചാലും മാറില്ല. ഇനി വരാനിരിക്കുന്ന കാലം ശരിക്കും നീങ്ങണേ, ഞാൻ ഇപ്പോൾ ഈ നിമിഷം മാറേണ്ടതുണ്ട് എന്ന് ചിന്തിച്ച് മാറുക ചെയ്യാം. അതിനാണ് നമ്മൾ ഗുരുകൃപ അല്ലെങ്കിൽ ഈശ്വര കൃപ എന്നൊക്കെ പറയുന്നത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഭാഗം ഇവിടെ അവസാനിക്കണം. അടുത്ത ഭാഗം ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം? സാറ് പറഞ്ഞില്ലേ നമുക്ക് ഗുരു ഇങ്ങനെ വരും എന്ന് പറയാറുണ്ടല്ലോ, സാറ് പല ക്ലാസ്സിലും പറയാറുണ്ട്. നമ്മൾ എങ്ങനെ ശരിക്കും തിരിച്ചറിയാ ശരിയായ ഗുരു നമുക്ക് മുന്നിൽ വന്നു എന്ന് നമ്മളെങ്ങനെ തിരിച്ചറിയാ? ഈ ചോദ്യം ഞാൻ പണ്ട് ഒരു സ്വാമിയോട് ചോദിച്ചതാണ്. ഇതൊരു വലിയ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇത് ഞാൻ ആ ജ്യോതിഷ ക്ലാസ്സിൽ പറഞ്ഞു അറിയില്ല. അതായത് അദ്ദേഹം ഒരിക്കൽ എൻ്റെ ജാതകം വാങ്ങിയിട്ട് നോക്കി, ഉണ്ടായ സംഭവം പറയാം, അപ്പോൾ നമുക്ക് സംഗതി ക്ലിയർ ആവും. അപ്പോൾ എന്നോട് പറഞ്ഞു, നിങ്ങൾക്ക് 3 ഗുരു ഉണ്ട് ജീവിതത്തിൽ പറഞ്ഞു. അപ്പം ഞാൻ എക്സാക്ട്ലി ഇതാ ചോദിച്ചു, ഈ 3-ൽ ആരാണ് എൻ്റെ ശരിക്കുള്ള ഗുരു, ഞാൻ എങ്ങനെ തിരിച്ചറിയും ചോദിച്ചു. അപ്പോൾ എന്നോട് അദ്ദേഹം പറഞ്ഞു, ആരെ കണ്ടതിന് ശേഷമാണോ നിങ്ങൾക്ക് ആന്തരികമായ മാറ്റങ്ങൾ സംഭവിക്കാൻ തുടങ്ങിയത്, അതാണ് യഥാർത്ഥ ഗുരു. യഥാർത്ഥ ഗുരു എപ്പോഴും ഉള്ളിൽ പ്രവർത്തിക്കാൻ. അത് കറക്റ്റായിരുന്നു പറഞ്ഞാൽ പിന്നെ ഭാവിയിൽ എനിക്കുണ്ടായ മാറ്റങ്ങൾ മുഴുവൻ അങ്ങനെ തന്നെയായിരുന്നു. ഉള്ളിൽ നിന്നുള്ള മാറ്റങ്ങൾ ആദ്യം ഉണ്ടാവുക, പുറത്തുള്ള ശോഭാജിയല്ല. അപ്പോൾ നമ്മൾ സ്വയം വിശകലനം ചെയ്യുക. നമ്മൾ അവനവനെ പഠിക്കാൻ തുടങ്ങിയാൽ നമുക്ക് അറിയാൻ പറ്റും, ഞാൻ ശരിയായ ഗുരുവിൻ്റെ അടുത്താണോ, ഞാൻ വെറും ഷോ ആയിട്ട് നടക്കുകയാണോ, അതോ എൻ്റെ ആന്തരികമായിട്ടുള്ള മാറ്റം. ആന്തരികം എന്ന് പറഞ്ഞാൽ ചിന്താഗതിയിൽ വരുന്ന മാറ്റം, ലോകത്തിനോടുള്ള മനോഭാവം മാറുന്നത്, നമ്മളുടെ ഭയം മാറുന്നത്, ആശങ്കകൾ മാറുന്നത്, വെറുപ്പും വിദ്വേഷവും മാറുന്നത്, ഇതൊക്കെയാണ് ആന്തരികമായ മാറ്റം. ചിത്തശുദ്ധി വരാൻ തുടങ്ങിയവർ. അതുണ്ടെങ്കിൽ അതിലേക്ക് നയിച്ച ആളാണ് യഥാർത്ഥ ഗുരു. ബാക്കിയുള്ളവരൊക്കെ ആചാര്യന്മാരാണ്, അങ്ങോട്ടും എത്തിച്ചേരാൻ വേണ്ടി സഹായിക്കുന്നവരാണ്. നമ്മൾ എത്തും അവിടെ. അമ്മ പറയുന്ന ഉദാഹരണം, നിലം പാകമായ വിത്ത് വന്ന് വീഴണം. നമുക്ക് ഗുരു വേണം എന്ന് ഉത്കടമായിട്ട് തീവ്രമായ ആഗ്രഹം ഉണ്ടെങ്കിൽ ഏതെങ്കിലും വിധത്തിൽ ആ സാന്നിധ്യം ഉണ്ടാവും. ചിലപ്പം ഫിസിക്കലായിട്ടായിരിക്കാം, ഇല്ലെങ്കിൽ നമ്മളെ അങ്ങോട്ട് എത്തിക്കുന്ന വിധത്തിലുള്ള സംഭവ വികാസങ്ങളായിരിക്കാം. എങ്ങനെയായാലും അതുണ്ടാവും. പിന്നെ നമുക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ നമ്മളോട് സംവദിക്കുന്ന ഒരു ഗുരു ഉണ്ടാവും.
അതെത്തുന്നവരെ ആ ഗുരു സൂക്ഷ്മമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. ഇത് പറയുന്നത് നിത്യാനന്ദ ഭഗവാന്റെ ഒരു ശിഷ്യനുണ്ട്, മുക്താനന്ദ സ്വാമി. അപ്പോൾ അദ്ദേഹം ഇവിടെയാണ് ബോംബെയിൽ ഗണേഷ്പുരിയിലത്തെ സമാധി അദ്ദേഹത്തിൻ്റെ, ജീവൻ മുക്തനായ സ്വാമിയാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ പറയുന്നത് അദ്ദേഹം 32 വയസ്സായതിൻ്റെ ശേഷമാണ് നിത്യാനന്ദ ഭഗവാന്റെ അടുത്ത് എത്തിയത്. ഇന്ത്യ മുഴുവൻ സഞ്ചരിച്ചു ഗുരുവിനെ അന്വേഷിച്ചിട്ട്. അവസാനം അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഇനി എങ്ങോട്ടും പോകാനില്ല എന്ന് തോന്നി. എന്നിട്ട് നിത്യാനന്ദ ഭഗവാന്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു, എനിക്ക് ദീക്ഷ തരണം, ഇനി ഞാൻ എങ്ങോട്ടും പോകുന്നില്ല. അപ്പം നിത്യാനന്ദ ഭഗവാൻ പറഞ്ഞു, നിങ്ങൾക്ക് ദീക്ഷ ഞാൻ കുട്ടിയാകുമ്പോഴേ തന്നില്ല, നിങ്ങൾക്ക് 8 വയസ്സായപ്പോഴേ തന്നു കഴിഞ്ഞു. അപ്പോഴാണ് ഈ കുട്ടി ആലോചിക്കുന്നത്, ഇതെന്താ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ പറഞ്ഞത് അന്നത്തെ ഒരു സംഭവം, നിത്യാനന്ദ ബാബ അങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്, അവധൂതനാണ്. അപ്പോൾ കുറേ കുട്ടികൾ കളിക്കുന്നുണ്ട്, പന്ത് കളിക്കുന്നുണ്ട്. അപ്പോൾ ഒരു പന്ത് തെറിച്ച് ഒരു പൊന്തക്കാട്ടിൽ വന്ന് വീണു. അപ്പോൾ അന്ന് മുക്താനന്ദ സ്വാമി കുട്ടിയാണ്. ഈ കുട്ടി അത് എടുക്കാൻ ഓടി വന്ന്, പന്ത് എടുക്കാൻ. ഇത് നിത്യാനന്ദ സ്വാമി പറഞ്ഞു കൊടുക്കുക ഉണ്ടായ സംഭവം. അങ്ങനെ നീ പന്ത് എടുക്കാൻ വന്നപ്പോൾ ഞാൻ അവിടെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു എന്ന് ആലോചിക്കുന്നു. അപ്പോൾ ഞാൻ നിന്നെ എടുത്തു, ഉമ്മ തന്നു, തലയിൽ വെച്ച് അനുഗ്രഹിച്ചു, ദീക്ഷ തന്നു. അപ്പം ഈ 8 വയസ്സായ കുട്ടിക്ക് 32 വയസ്സാവുന്നത് വരെ 24 വർഷം ആ കുട്ടി അറിയാണ്ട് ആ കുട്ടിയെ നയിച്ചുകൊണ്ടിരുന്ന ഗുരുവാണ്. അവസാനമാണ് അറിയുന്നത്. അപ്പം സൂക്ഷ്മരൂപത്തിൽ ഗുരു എപ്പോഴും ഉണ്ട്, നമ്മളോടൊപ്പം ഉണ്ട്. പക്ഷെ നമുക്കത് ഫിസിക്കലായിട്ട് അറിയേണ്ട സമയമാകുമ്പം അത് സംഭവിക്കും. അത്രയേ ഉള്ളൂ. നമ്മൾ തയ്യാറാണോ എന്നുള്ളതാണ് ആദ്യം നോക്കാനുള്ളത്. അപ്പം ഇപ്പോഴും നമ്മളൊക്കെ ഏതെങ്കിലും ശക്തി ഇതുപോലെ നയിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും, നമുക്കറിയില്ല, അങ്ങനെ പറയാൻ പറ്റുള്ളൂ. പക്ഷെ എന്തായാലും നമ്മൾ എത്തിപ്പെടും ഒരു ദിവസം. കാരണം എല്ലാ മനുഷ്യനും ഗുരുവിലെത്താനുള്ളതാണ്. അപ്പോൾ നമുക്ക് അത് ബോധ്യമാവും ചെയ്യും, ഇനി എങ്ങോട്ടും പോകാനില്ല, ഇനി ഇവിടെ എന്ന് ബോധ്യവും. അത് തന്നെ എത്തിച്ചേരേണ്ട സ്ഥലം. ശിവായ എല്ലാവർക്കും ഗുരുവിൻ്റെ അടുത്ത് എത്തിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.